വെളുത്ത് തുടുക്കാൻ എളുപ്പം സഹായിക്കുന്ന അടിപൊളി ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുഖവും ഒക്കെ നല്ല പോലെ നിറം വെക്കാനായിട്ട് സാധിക്കും. ഇപ്പം എത്ര നിറമില്ലാത്തവർക്കാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് വെറും ഒരു ദിവസം കൊണ്ട് മാറ്റം കിട്ടുന്നതാണ്. എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം മുഖത്തിനെ നല്ല പോലെ നിറം വെക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ്. എത്ര നിറമില്ലാത്തവർക്കും നല്ല പോലെ നിറം വെക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് സാധിക്കും. എന്തായാലും നമുക്ക് ആ കാര്യം തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ടും ഒക്കെ കാണാവുന്നതാണ്. എങ്ങനെയാണ് ആ ഒരു കാര്യം തയ്യാറാക്കുന്നതും അതിനെന്തൊക്കെ വേണം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ? അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ടും ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോകാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ആ ലൈവ് ചേഞ്ചസും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ബെസ്റ്റ് ഡെയിലി ഫേഷ്യൽ സ്ക്രബാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ വളരെ പെട്ടെന്ന് തുടച്ചു മാറ്റി നല്ല അടിപൊളി ചർമ്മം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. ഞാനൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗള് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. ഈസ്റ്റൻഡ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കേട്ടോ. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഹണി നമ്മുടെ ചർമ്മത്തിന് നല്ല പോലെ ഒരു നിറം നൽകാനുമൊക്കെ ഹണിയിൽ നിന്ന് സാധിക്കും. കോഫി പൗഡറിൽ കൂടുതലും ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ വളരെ പെട്ടെന്ന് തുടച്ചു മാറ്റി നല്ല തിളങ്ങുന്ന ഒരു ചർമ്മം നേടിയെടുക്കാനായിട്ട് സാധിക്കും. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മിക്സ് ആക്കുകയാണ് ഞാൻ. അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അതായത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ തുടച്ചു മാറ്റാനൊക്കെ ആയിട്ട് നമ്മുടെ ഉപ്പിൽ നിന്ന് സാധിക്കും. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുകയാണ്. ഉപ്പ് നമ്മുടെ ചർമ്മത്തിൽ ഇടുന്നത് കൊണ്ട് മറ്റുള്ള ദോഷങ്ങളൊന്നും വരില്ല. നമ്മുടെ ചർമ്മം നല്ലപോലെ ക്ലീൻ ആക്കാനൊക്കെ ഉപ്പിൽ നിന്ന് സാധിക്കും. നല്ല പൊടി ഉപ്പ് തന്നെ വേണം കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. ഓക്കെ, അങ്ങനെ മിക്സ് ആക്കുകയാണ് ഞാൻ. കടലമാവിൻ്റെ പൊടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ആട്ടപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ ക്ലീൻ ആക്കാനും ഒക്കെ എളുപ്പം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആട്ടപ്പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂണാണ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സ്ക്രബ് നിങ്ങൾക്ക് ഫേസ് മാത്രമല്ല നിങ്ങളുടെ കൈകൾക്കും കാലുകൾക്കും ബോഡി മുഴുവനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. നമ്മുടെ കടലമാവും നമ്മുടെ ആട്ടപ്പൊടിയും ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ പരുവത്തിലായിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മിൽക്കാണ്. ശുദ്ധമായിട്ടുള്ള റോ മിൽക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ റോ മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. അളവൊക്കെ കണ്ടല്ലോ, അതേപോലെ അളവിൽ തന്നെ ചേർക്കണം. ബാക്കി നിങ്ങൾക്ക് ഇപ്പം ശരീരത്ത് മുഴുവനായിട്ട് തേക്കണമെങ്കിൽ എടുത്ത അളവ് കൂട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ മിക്സ് ആക്കുകയാണ് ഞാൻ. മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങാ നീരാണ്. നാരങ്ങാ നീര് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ എളുപ്പം ഹെൽപ്പ് ചെയ്യും. കൂടാതെ തന്നെ നാരങ്ങാ നീര് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്ലീച്ച് എഫക്റ്റ് ഒക്കെ നൽകും. 1/2 മുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. ഓക്കെ, ഞാൻ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്.
അങ്ങനെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ സഹായിക്കുന്ന സ്ക്രബ് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു സ്ക്രബ് സ്കിന്നിന് മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല. ഡെയിലി യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ചർമ്മത്തിൻ്റെ കോശങ്ങൾക്കോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല. എന്തായാലും വിശ്വസിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ കോശങ്ങളിൽ നിന്ന് ഡെഡ് സ്കിൻ ഇല്ലാതാക്കിയിട്ട് നല്ല പോലെ ഒരു തിളങ്ങുന്ന ചർമ്മം നേടിയെടുക്കാൻ വെറും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബിൽ നിന്ന് സാധിക്കുന്നതാണ്. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. നമ്മൾ തയ്യാറാക്കി ഇട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളിയാണ് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നത്. രണ്ട് കൈകളിലും നിങ്ങളെ ചെയ്ത് ഞാൻ കാണിക്കാം. ഇത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ വളരെ പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റാനായിട്ട് കഴിയുന്ന ഒന്നാണ്. ഞാനങ്ങനെ കയ്യെ തേച്ച് നല്ല പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് കൈകളിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ കഴുകിയിട്ടുള്ള ചേഞ്ചസൊക്കെ നിങ്ങളെ കാണിക്കാം. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ തന്നെ ഇട്ട് ഞാൻ കൈ കഴുകി കാണിക്കാം. കഴിയുമ്പോൾ തന്നെ നല്ല പോലെ ഒരു വ്യത്യാസം കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടിപൊളിയായിട്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറുന്നുണ്ട്. അടിപൊളി. ഞാൻ ഇങ്ങോട്ടെങ്ങും ചെയ്തിട്ടില്ല. ഇവിടുത്തെയൊക്കെ കളർ കണ്ടോ, ഇവിടുത്തെ കളറിനെക്കാട്ടിലും കുറവാണ്. ഇവിടം വരെ കണ്ടോ, ഇവിടുന്ന് ശേഷം നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയാണ്. ഞാൻ വെള്ളം ഒന്ന് മാറ്റട്ടെ, തുടച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, അടിപൊളി. ഇപ്പുറത്തെ ഭാഗവും തുടച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. കിടില്. ഇത് കണ്ടോ, സ്കിൻ കണ്ടോ, നിങ്ങളെ അടുത്ത് വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ട് നിറം വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫേസിനും നല്ല പോലെ നിറം വെക്കാനായിട്ട് സഹായിക്കും. എന്തായാലും ട്രൈ ചെയ്യണേ കേട്ടോ. കണ്ടല്ലോ, ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പോലെ മാറ്റം നൽകാനായിട്ട് ഈ പറഞ്ഞ കാര്യം കൊണ്ട് സാധിക്കുന്നതാണ്. എന്തായാലും ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ കേട്ടോ. ഷെയർ ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.